നമസ്കാരം. മലയാളികളുടെ സ്വന്തം ഭക്ഷണമായ നാടൻ ഭക്ഷണരീതി നമ്മുടെ ഒരു സംസ്കാരമായിരുന്നു. അതിനെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ നാടൻ ഭക്ഷണം. നാട്ടു സംസ്കാരവുമായി നാടൻ ഭക്ഷണത്തിന് അടുത്ത ബന്ധമുണ്ട്. വിശപ്പ് ശമിപ്പിക്കുക എന്നതിലുപരി ആരോഗ്യം പ്രദാനം ചെയ്യുക എന്നതാണ് ഭക്ഷണത്തിൻ്റെ കർത്തവ്യം. അത് തിരിച്ചറിഞ്ഞവരാണ് നമ്മുടെ പൂർവികരായ മലയാളികൾ. മുൻ തലമുറക്കാരായി നമുക്ക് പകർന്നു തന്ന നാടൻ ഭക്ഷണത്തിൻ്റെ കലർപ്പില്ലാത്ത ലോകത്തിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന പല രുചികരമായ വിഭവങ്ങൾ നമുക്കുണ്ട്. അതിൽ പ്രധാനമാണ് കഞ്ഞി. ഒരു കാലത്ത് മലയാളിയുടെ ദേശീയ ഭക്ഷണമായിരുന്നു കഞ്ഞി. പ്രാതലിനും അത്താഴത്തിനും കഞ്ഞി കഴിച്ച് പകലന്തിയോളം പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്ന പൂർവികരാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ലളിതമായ ഭക്ഷണമാണ് കഞ്ഞി. അതിനു കാരണം പ്രധാന ധാന്യവിളയായ നെല്ല് ഉമികളഞ്ഞ് അരിയൊന്ന് ചെറുതായി പൊടിച്ച് എട്ടിരട്ടി വെള്ളത്തിൽ അത് വേവിച്ച് അങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. വെയിലും ചൂടും കൂടിയ ഉഷ്ണകാല പ്രദേശമായ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാടിന് ഏറ്റവും യോജിച്ച ഭക്ഷണമാണ് കഞ്ഞി. അത് നമ്മുടെ പൂർവികർ തിരിച്ചറിഞ്ഞിരുന്നു. ഈ കഞ്ഞിയോടൊപ്പം ചെറുപയർ, പുഴുക്ക്, തേങ്ങാ ചമ്മന്തി ഇതെല്ലാം ചേർത്തായിരുന്നു കഞ്ഞി കഴിച്ചിരുന്നത്. പശുവിൻ പാലും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഉണക്കലരി വേവിച്ചുണ്ടാക്കുന്ന പാൽക്കഞ്ഞി അക്കാലത്തെ സമ്പന്നരുടെ ഭക്ഷണമായിരുന്നു. കർക്കിടക മാസത്തിൽ നവരയരിയും നാടൻ ഔഷധ സസ്യങ്ങളും മറ്റും ചേർത്ത് ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്ന ഒരു പാരമ്പര്യം മലയാളികൾക്ക് ഉണ്ടായിരുന്നു. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു വിഭവമാണ് നമ്മുടെ സദ്യ. അത് മലയാളികളുടെ സ്വന്തമാണ് സദ്യ. കേരളീയ സദ്യ എന്ന് കേട്ടാൽ സമൃദ്ധമായ ഒരു ഭക്ഷണം ഈ ലോകത്ത് വേറെയില്ല. ബന്ധുക്കളും സുഹൃജനങ്ങളും ഒക്കെ ഒത്തുള്ള ഭോജനം എന്നർത്ഥമുള്ള സദ്യയും എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് സദ്യ എന്ന വാക്കുണ്ടായത്. മധുരം, കയ്പ്, പുളി, ഉപ്പ്, എരിവ്, ചവർപ്പ് എന്നീ 6 രസങ്ങൾ അടങ്ങിയ ഭക്ഷണശീലം വളരെ ഉത്തമമാണെന്ന് ആയുർവേദങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ചാണ് മലയാളികൾ ഓണസദ്യയും മറ്റ് സദ്യകളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ സദ്യയിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് പലതരം തൊടുകറികളും ഒഴിച്ചുകറികളും ചോറും ഒക്കെയാണ്. ആ കറികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ചോറ്, പരിപ്പ്, നെയ്യ്, പപ്പടം, അതോടൊപ്പം തന്നെ സാമ്പാർ, പുളിശ്ശേരി, എറിശ്ശേരി, രസം. അതുകൂടാതെ തൊടുകറികൾ തന്നെ ധാരാളമുണ്ട്. ചേന ഉപ്പേരി, ശർക്കര വരട്ടി, ഉപ്പ്, പഴം, കൊണ്ടാട്ടം, പുളിയിഞ്ചി, കടുമാങ്ങ, നാരങ്ങാച്ചാർ, ഇഞ്ചിത്തൈര്, ഓലൻ, പച്ചടി, കിച്ചടി, എറിശ്ശേരി, തോരൻ, അവിയൽ, കാളൻ, രസം, ഇങ്ങനെ ധാരാളം വിഭവങ്ങൾ നമ്മുടെ സദ്യയ്ക്ക് നമ്മൾ ഒരുക്കാറുണ്ട്. കേരളീയരുടെ ഏറ്റവും ആഘോഷപൂർവമായ ഭക്ഷണമാണ് സദ്യ. സദ്യയ്ക്ക് എത്ര കൂട്ടം വിഭവങ്ങൾ വേണമെന്നും അത് എവിടെ വിളമ്പണമെന്നും ചില ചിട്ടവട്ടങ്ങളൊക്കെ പൂർവികർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കറികളാണ് ഇലക്കറികൾ. കർക്കിടകത്തിലെ ആദ്യ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഊണിന് ഇലക്കറി കൂട്ടണമെന്ന് പണ്ടത്തെ രീതിയായിരുന്നു. ആ ഇലക്കറിക്ക് ഉപയോഗിക്കുന്ന വിഭവങ്ങൾ ചീര, മത്തൻ, താള്, തകര, പയറ്, കുമ്പളം, ചേന, മുരിങ്ങ എന്നിങ്ങനെ 8 തരം ഇലകളാണ് ഇലക്കറിക്ക് ഉപയോഗിക്കുക. കടുകും വറ്റൽമുളകും ഉഴുന്നുപരിപ്പും പൊട്ടിച്ചതിൽ മഞ്ഞൾപ്പൊടിയും തേങ്ങയും ചേർത്ത് ഇളക്കി പച്ചമുളക് അരിഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞ ഇലയും ചേർത്ത് ചിക്കിയെടുത്താൽ അത് ഉഗ്രൻ ഇലക്കറിയായി മാറും. പരിപ്പ് വേവിച്ചതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും വേപ്പിലയും നന്നായി അരച്ചിട്ട് ഉപ്പും മുളകും ചേർത്തിളക്കി കുടംപുളിയിലിട്ട് വാട്ടിയുണ്ടാക്കുന്ന കറിയാണ് കുടപ്പുളി ഇലക്കറി. കറിവേപ്പില, തേങ്ങയും പച്ചമുളകും ചേർത്തരച്ച് മോരിൽ കലക്കി കടുക് വറുത്തിട്ടുണ്ടാക്കുന്ന കറിയാണ് കറിവേപ്പില കറി. ഈ കറിവേപ്പില കറി എന്ന് പറയുന്നത് ഒരു ഔഷധം കൂടിയാണ്. ഇലക്കറികൾ തോരനായിട്ടാണ്
കൂടുതൽ ഉപയോഗിക്കുന്നത്. എങ്കിലും പരിപ്പിലും മറ്റും ചേർത്ത് ഒഴിച്ചുകറികളായും ഉപയോഗിക്കുന്നുണ്ട്. ഇല ഒരു ഔഷധ ഗുണമുള്ളതാണ്. വിവിധതരം ഇലകൾ. അതുപോലെ തന്നെ പലതരത്തിലുള്ള പുഴുക്കുകളുണ്ട്. പുഴുക്കുകളിൽ ഒന്നാമത് കപ്പപ്പുഴുക്കാണ്. അത് കഴിഞ്ഞ് ചക്കപ്പുഴുക്ക്, വിവിധതരം കായ്കൾ, വിവിധതരം കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർത്ത് പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതിന് തൈരുടച്ചത്, മീൻകറി, ഇറച്ചിക്കറി, മുളക് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ഇതൊക്കെ നമ്മൾ ഈ പുഴുക്ക് കഴിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കും. ഉപ്പ്, പുളി, എരിവ് എന്നീ 3 തരം രുചികളുടെ സമ്മേളനമാണ് മിക്ക അച്ചാറുകളും. ഉപ്പിലിട്ട മാങ്ങ മുതൽ ഉണക്ക ഇറച്ചി വരെ അച്ചാറുകളായി നമ്മൾ തീന്മേശയിൽ എത്തിച്ച് കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള പുളിവർഗ്ഗങ്ങൾ, പലതരത്തിലുള്ള പച്ചക്കറികൾ ഇതെല്ലാം നമ്മൾ ഉപ്പിലിട്ട് കഴിക്കാറുണ്ട്, അച്ചാറുകളാക്കി കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പായസം, പലതരത്തിലുള്ള പായസം നമ്മൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കാറുണ്ട്. ആ പായസത്തിനകത്ത് പഞ്ചസാര, ശർക്കര മുതലായവ ചേർത്താണ് പായസം ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള പായസം നമ്മൾ ഉണ്ടാക്കും. അത് അടപ്രഥമൻ അതിലെ ഏറ്റവും പ്രധാനമാണ്. സദ്യയ്ക്ക് അടപ്രഥമൻ ഉണ്ടാകും, പാലടപ്രഥമനുണ്ട്. അതുപോലെ പലതരത്തിലുള്ള പായസങ്ങൾ ഇതെല്ലാം മലയാളിയുടെ ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇങ്ങനെ ധാരാളം വിഭവങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിന് ഈ നാടൻ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് നമ്മുടെ പുതിയ തലമുറ ഇതിൽ നിന്ന് അകന്നു പോവുകയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നന്ദി, നമസ്കാരം.